ഇടുക്കി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്തായാലും ഇനി സ്പോട്ട് എവിടെയാണെന്ന് ഇനി നമ്മൾ അവിടെ ചെന്നിട്ടേ തീരുമാനിക്കുള്ളൂ. അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കണം, എവിടെയാണ് ഗൈഡ് നമുക്ക് കിട്ടുള്ളൂ. ഗൈസ്, നമ്മളെ ബെൽ ഡ്രൈവ് ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ നമ്മളെ ബുള്ളറ്റ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ബെൽ ഡ്രൈവിനെ പറ്റി ഒന്നും പറയില്ല, അടിപൊളിയാണ്. ഈ UC ബുള്ളറ്റ് ഉള്ളവർ മസ്റ്റായിട്ട് ഈ ബെൽ ഡ്രൈവ് ട്രൈ ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ബെൽ ഡ്രൈവ് സിസ്റ്റം വാങ്ങിച്ച് വയ്ക്കണം കേട്ടോ. ഗോപ്രോ വയ്ക്കാനുള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഒന്ന് രീതിയിൽ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. മറ്റേ ബ്രെഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. പവർ ആകാനുള്ള സാധനങ്ങൾ അതൊക്കെ. ഇതാണ് നമ്മുടെ സ്റ്റിക്ക്, പുതിയതായിട്ട് ഇപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. 5000 രൂപ എന്തോ വിലയുണ്ട്. പക്ഷേ 3 മീറ്റർ നീളം കിട്ടും. യൂസ്ഫുള്ളാണെന്ന് തോന്നുന്നു. ഈ സാധനം സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെയാണ് സെറ്റ് ചെയ്യണം. ഒരു അലങ്കിയൊക്കെ ഞാൻ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. സെൽഫി സ്റ്റിക്ക് വാങ്ങിച്ചിട്ട് ഇതിപ്പോൾ ആദ്യത്തെ വീഡിയോ എടുപ്പാണ് കേട്ടോ. ഈ ഒരു സെൽഫി സ്റ്റിക്ക് നമുക്കൊരു 3 മീറ്റർ ഹൈറ്റിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം നമ്മൾ ഇടുക്കിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. എൻ്റെ മൈക്കിന് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഓൺ വോയിസ് ആണ് കൊടുക്കുന്നത്. ഇതൊരു സോളോ ട്രിപ്പാണ് കേട്ടോ. കുറേ കാലം ആയി ഒരു സോളോ ട്രിപ്പൊക്കെ പോയിട്ട്. അപ്പോൾ ഒരു സോളോ ട്രിപ്പ് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഒരു സോളോ ട്രിപ്പിന് വേണ്ടി ഇറങ്ങിയാണ്. രാവിലെ 3 മണിക്ക് ഇറങ്ങിയതാണ് കേട്ടോ. എവിടെയാണ് പോകുന്നതെന്നും ഒരു പിടുത്തമില്ല. ഇനി അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. രാവിലെ മഴ ആയതുകൊണ്ട് തന്നെ ഹൈ റേഞ്ച് കയറിയ ഭയങ്കരമായിട്ടുള്ള തണുപ്പാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത്. ഇനിയും കിലോമീറ്ററോളം പോകാനുണ്ട്. ഞാനിപ്പോൾ വർക്കലയിൽ നിന്നാണ് പോകുന്നത്. എനിക്ക് ഏകദേശം ഒരു 270 കിലോമീറ്ററൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. പാൽക്കുളമേട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ. ഹൈ റേഞ്ച് എന്ന് വെച്ചാൽ പക്ക ഹൈ റേഞ്ചാണ് കേട്ടോ. പാൽക്കുളമേട് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതുവരെ ഞാൻ പോയിട്ടില്ല. പിന്നെ ഗൂഗിൾ മാപ്പിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഊഹമെന്ന് പോവാണ്. മൊബൈലിൽ ചാർജ് കുറച്ച് കുറവാണ് കേട്ടോ. എന്താവും അറിയാൻ വയ്യ. ഫോൺ ഓഫ് ആവുകയാണെങ്കിൽ നമ്മൾ പെട്ടു. ഇതൊക്കെ റിസർവ്ഡ് ഫോറസ്റ്റ് ആണ് കേട്ടോ. ആന, പുലി, ഒട്ടകം, ഇതിന് ഒട്ടകം ഒഴിച്ച് ബാക്കിയെല്ലാം കാണും. നമ്മൾ എൻട്രൻസ് എത്തി. ഡേഞ്ചർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ അത്രയും റിസ്ക് എടുത്താണ് പോണത്. കാട്ടിൽ ആനയൊക്കെ ഉള്ള കാടാണ്. അപ്പോൾ എന്താവുന്നൊന്നും അറിയാൻ വയ്യ. എന്തായാലും മുമ്പോട്ട് തന്നെ പോവുകയാണ്. പോണ വഴിക്ക് വണ്ടി കയ്യിൽ നിന്നാണ് ചരിഞ്ഞു പോയി കഴിഞ്ഞാൽ പെട്ടു എന്ന് തന്നെ പറയാം. കട്ട ഓഫ് റോഡ് തുടങ്ങി കേട്ടോ. ഇനി മുമ്പോട്ട് അത്രയും റിസ്ക്കാണ്. ഓഫ് റോഡ് ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് വണ്ടി കയ്യിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ പെട്ടു. പിന്നെ ഒറ്റയ്ക്ക് എന്നെ കൊണ്ടെടുത്ത് പൊക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ബാഗിൽ ലോഡ് കൂടെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ആരെങ്കിലും വരുന്ന വരെ വെയിറ്റ് ചെയ്യണം. ഇവിടെയൊന്നും ഒരു മനുഷ്യർ പോലും ഇല്ല. ആനയൊക്കെ ഉള്ള കാടാണ് കേട്ടോ. എന്ത് വന്നാലും മുന്നോട്ട്. ആന വന്നു കഴിഞ്ഞാൽ നമുക്ക് എണീച്ച് ഓടാം, അത്രേ ഉള്ളൂ. ഈ ഒരു ഓഫ് റോഡ് വളരെ റിസ്ക് എടുത്താണ് കേട്ടോ ചെയ്യുന്നത്. ഇവിടെ ആരും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഒറ്റ മനുഷ്യർ പോലും കാണില്ല. കാരണം ആന ഒന്ന് ചവിട്ടി തേച്ചിട്ട് പോയി കഴിഞ്ഞാലും ആരും അറിയത്തില്ല കേട്ടോ. അങ്ങനത്തെ ഒരു കാടാണ്. പുലിയൊക്കെ ഉണ്ടാകുന്നൊന്നും അറിയാൻ വയ്യ. ഈ സ്ഥലത്തിനെ കുറിച്ചൊന്നും എനിക്ക് അധികം ധാരണയൊന്നുമില്ല. പിന്നെ യൂട്യൂബിലൊക്കെ കണ്ട ആ ഒരു പരിചയത്തിലാണ് കയറി പോകുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ ഉള്ള വഴിയാണ്. ആരെയൊക്കെ വന്നാൽ എന്ത് രീതി വന്നു വണ്ടിയിട്ടിട്ട് ഇറങ്ങി ഓടാം, അത്രേ പറയാനുള്ളൂ. മേലോട്ട് കയറി ചെല്ലുമ്പോഴും നല്ല ഓഫ് റോഡ് കൂടി വരെയാണ് കേട്ടോ. ഇതിന് കഴിഞ്ഞാൽ പൊക്കാൻ പോലും പറ്റത്തില്ല. ഈ മല കയറി ഏറ്റവും മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ള വ്യൂ ആണ് കേട്ടോ.
ഗൈസ് ഇവിടെ വരെ വണ്ടി പോകുമെന്നാണ് തോന്നുന്നത്. ഫോറസ്റ്റുകാരത് അടച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. അവിടെ ഗേറ്റ് വെച്ച് അടച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം. വണ്ടി പോകും കേട്ടോ. ഗൈസ് അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പെർമിഷൻ ഉണ്ടാവും. മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും അതോ ക്ലോസ്ഡാണ്. തിരിച്ചു പോയാൽ പറ്റുള്ളൂ ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് വേറെ ഏരിയ പിടിക്കാം. വേറെന്താ? കൈലാസ്. കൈലാസ് അല്ലേ? പയ്യന്നതാണല്ലേ? ഒരു ഫോറാണ് കേട്ടോ. കാർഗോ ഗൈസ് ഇനി എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയില്ല. ഇനി എന്തായാലും എവിടെയെങ്കിലും പോയേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചോദിക്കാം. ഇനി അടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസ് ഏതാണെന്ന് ചോദിക്കാം. അപ്പോൾ ചുമ്മാ ഇങ്ങനെ വെച്ച് വിടുകയാണ് വണ്ടി, എങ്ങോട്ടൊന്നുമില്ലാതെ പോവാണ്. ഇതിപ്പോൾ നമ്മൾ വന്ന വഴിയല്ല കേട്ടോ, വേറെ ഏതൊക്കെ വഴി പോവുകയാണ്. എനിക്ക് റൂട്ടൊന്നും കറക്റ്റ് അറിയത്തില്ല. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വെച്ച് വിടുകയാണ് കേട്ടോ. ഇതുവഴി ആരെങ്കിലുമൊക്കെ നടന്നു വന്നാലേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ കേട്ടോ. സ്ഥലം എവിടെയാണ് ഒന്നും അറിയാൻ പറ്റില്ല. എന്തായാലും അടുത്തുള്ള സ്ഥലത്ത് നമുക്ക് ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ തന്നെ പോകാം. വീഡിയോ എങ്ങനെയുണ്ട്? അടിപൊളി വീഡിയോ കൊള്ളാം. ഫസ്റ്റ് എടുത്തോണ്ടിട്ട് ഞാൻ പറയാൻ നോക്കിക്കൊണ്ടിരുന്ന നിങ്ങൾ ലിഫ്റ്റിലൊക്കെ വേറെ വേറെ വന്നിട്ടില്ല. അന്ന് മൈക്കൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു, അതിന്റെ പ്രശ്നമായിരുന്നു. അപ്പോൾ മൈക്കൊക്കെ വാങ്ങിച്ച് സെറ്റാക്കി. അത് കഴിഞ്ഞ് കണ്ടപ്പോൾ അടിപൊളി, എല്ലാം കറക്റ്റ് മാച്ച്. ഞാനൊരു ചെറിയ ഓഫ് റോഡ് കഴിഞ്ഞ് വരാം. ഇപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് ഇലവീഴ പൂഞ്ചിറയിലോട്ടാണ് കേട്ടോ. നല്ല ഫോഗും കാര്യങ്ങളാണ്. തൊട്ടപ്പതേ നമ്മൾ ഇലവീഴ പൂഞ്ചിറ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ള് ആ ഒരു വ്യൂ പോയിന്റിന്റെ ആ ഒരു ഭാഗങ്ങളാണ് കേട്ടോ. ഈ യഥാർത്ഥ വ്യൂ പോയിന്റ് ഇനി വേറെ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ഇതുവരെ വന്നിട്ടില്ല. അതിന് മുമ്പോട്ട് പോയിട്ട് നോക്കാം. ഓഫ് റോഡാണ്. സ്ഥലമാണ്. ഇവിടെയും നല്ല ഓഫ് റോഡാണ് കേട്ടോ. ഇവിടെ ഇതിന് മുന്നേ ഞാൻ വന്നിട്ടില്ല. ഇപ്പോൾ കയറ്റിയപ്പോഴാണ് മനസ്സിലായത് കിട്ടില്ല ഓഫ് റോഡാണ് കേട്ടോ. ഇവിടെ ഇതൊരു തുടക്കമാണ്. ഇനി അങ്ങോട്ട് കട്ട് ഓഫ് റോഡാണെന്നാണ് പയ്യന്മാർ പറഞ്ഞത് കേട്ടോ. ഇവിടെ എങ്ങനെ പോയി വീണ് കഴിഞ്ഞാലും വലിയ പ്രശ്നം വരില്ല. കാരണം എന്ന് വെച്ചാൽ പൊക്കിയെടുക്കുക ആരെങ്കിലുമൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേ ആദ്യം പോയ സ്ഥലത്താണെങ്കിൽ ഒരു ഈച്ച പോലും ഇല്ല കേട്ടോ. ഇവിടെ കുഴപ്പമില്ല. ഇത്തിരി ഹാർഡായിട്ടുള്ള ഓഫ് റോഡാണ്, എന്നാലും പ്രശ്നമില്ല കേട്ടോ. നമ്മൾ മാത്രമേ ഇവിടെ ബൈക്ക് കയറ്റുന്നുള്ളൂ കേട്ടോ. കാണുന്നവരെല്ലാം ഇങ്ങനെ തുറച്ച് നോക്കണുണ്ട് കേട്ടോ. ഇനി എത്ര ദൂരം ഇങ്ങനെ ആണെന്നൊന്നും അറിയാൻ വയ്യ കേട്ടോ. ഇവിടെ പക്ഷേ ജീപ്പൊക്കെ പോകും കേട്ടോ. ബൈക്കുകാരങ്ങനെ അധികം കയറ്റാറില്ല. കട്ട് ഓഫ് റോഡായാലും ബൈക്കുകാരങ്ങനെ കയറ്റാറില്ല. പിന്നെ ഹിമാലയൻ എക്സ്പേർട്സ് അങ്ങനെ ഓഫ് റോഡ് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഇവിടെ വണ്ടി കയറ്റാറുള്ളൂ കേട്ടോ. നമ്മളെ ബുള്ളറ്റിനെ പിന്നെ നമ്മൾ ഓഫ് റോഡ് ബുള്ളറ്റായിട്ട് സ്വന്തമായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ സീൻ വരത്തില്ല കേട്ടോ. ഇപ്പം തന്നെ നല്ല ടയർഡായി കേട്ടോ. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 3 മണിക്ക് ഇറങ്ങി കേട്ടോ. രാവിലെ കുറച്ച് ബ്രെഡാണ് കേട്ടോ കഴിച്ചത്. ഫുഡൊന്നും നേരെ ശരിയായിട്ട് കഴിച്ചില്ല. എന്തായാലും ഇന്നൊറ്റ ദിവസമേ ഉള്ളൂ, സമയം അധികം കളയുന്നില്ല. പെട്ടെന്ന് ഇന്ന് തന്നെ തിരിച്ച് വീട്ടിൽ പോകണം. വീട്ടുകാർക്കൊക്കെ ട്രിപ്പ് പോകുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് വൺ ഡേ ട്രിപ്പ് എന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ മേലോട്ട് ചെല്ലുമ്പോൾ നല്ല ഫോഗും കാര്യങ്ങളൊക്കെ കാണും. എന്തായാലും മേലോട്ട് ചെന്ന് നോക്കാം. നമ്മളെ വണ്ടി വരുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് മാറി നിൽക്കും കേട്ടോ. അതിന് പ്രശ്നമൊന്നുമില്ല. നമുക്ക് ധൈര്യമായിട്ട് കയറിപ്പോവാം. ഇപ്പോൾ ഏകദേശം നമ്മളങ്ങ് മേളിൽ എത്താറായി. ഇനിയിപ്പോൾ അധികം ദൂരമൊന്നുമില്ല. ഇപ്പോൾ തന്നെ നല്ല ടയർഡായി. കുറച്ചുകൂടെ ദൂരമുള്ളതെന്ന് തോന്നുന്നു. വണ്ടി പോകുള്ളൂ. ജീപ്പൊക്കെ കിടക്കണുണ്ടോ? ജീപ്പൊക്കെ ഇവിടെ വരെ വരുള്ളൂ കേട്ടോ. നമുക്ക് ഈ ഒരു സൈഡിലോട്ട് വണ്ടി എടുത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് ബാക്കി നടന്ന് വേണം കയറാനായിട്ട്. അപ്പോൾ ബാക്കി നടന്ന് കയറാം. ഇപ്പോൾ നമ്മൾ നട്ടുച്ച സമയത്താണ് നിൽക്കുന്നത് കേട്ടോ. നട്ടുച്ച എന്ന് പറയാൻ പറ്റില്ല, ഒരു 3 മണി സമയം. സിനിമയിലെ കാണുന്ന ആ ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്.